عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الله سبحانه وتعالى നമ്മുടെ ജോലിസുകളെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല പുറത്തുതരുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നമ്മോട് ദുആ വസിയത്ത് ചെയ്തവർ നമ്മുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ മുഴുവനും അല്ലാഹു ശിഫയും സലാമത്തുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ട പോയി മുഴുവനും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ ദീനിന്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു നിർദ്ദേശമാണ്, അല്ലാഹുവിന്റെ കൽപ്പനയാണ് തഖ്വയുള്ള ജീവിതം എന്നുള്ളത്. അഥവാ സൂക്ഷ്മതയുള്ള ജീവിതം എന്നുള്ളത് ഒരു വിശ്വാസിയുടെ മുഖമുദ്രയാണ്. അപ്പോഴാണ് നമ്മുടെ ജീവിതം ദുനിയാവിലും അതിലുപരി നാളെ ആഖിറത്തിലും വിജയകരമായി തീരുന്നത്. തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹു ഹലാലാക്കിയതിനെ മാത്രം ഹലാലാക്കുക, അല്ലാഹു ഹറാമാക്കിയതിനെ ഹറാമാക്കുക, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ പരിപൂർണമായി സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വീഴ്ച വരുമ്പോഴാണ് നാളെ പാരത്രികമായ ലോകത്ത് നമുക്ക് പരാജയപ്പെടേണ്ടി വരുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിരവായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ഹദീസിൽ കാണാം, നാളെ ഖിയാമത്ത് നാളിൽ ഒരു ഭാഗം മനുഷ്യന്മാർക്ക് 2 ചിറകുകൾ നൽകിയിട്ട് ആ ചിറകുകൾ കൊണ്ട് അവർ സ്വർഗത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ സന്തോഷത്തോടുകൂടി ഉല്ലാസകരമായ രീതിയിൽ ആനന്ദത്തോടുകൂടി പാറിപ്പറന്ന് നടക്കുന്ന ഒരു ഭാഗം മനുഷ്യന്മാരുണ്ടാകും. ഈ മനുഷ്യന്മാരുടെ അവസ്ഥ കണ്ടിട്ട്, സന്തോഷം കണ്ടിട്ട്, സ്വർഗത്തിന്റെ അനുഗ്രഹം കണ്ടിട്ട് മലക്കുകൾ അത്ഭുതത്തോടുകൂടി ഈ മനുഷ്യന്മാരോട് ചോദിക്കും, നിങ്ങൾ ആരാണ്? നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്താനുള്ള മുമ്പുള്ള കടമ്പകളൊക്കെ നിങ്ങൾ കഴിഞ്ഞിട്ടാണോ നിങ്ങൾ കടന്നു വരുന്നത്? നിങ്ങൾ ഹിസാബ് കഴിഞ്ഞോ? നിങ്ങൾ സിറാത്ത് കടന്നിട്ടാണോ കടന്നു വരുന്നത്? ഇങ്ങനെ ഓരോന്നും ആ മലക്കുകൾ അവരോട് ചോദിക്കുമ്പോൾ ആ മലക്കുകളോട് അവർ പറയും, ഇല്ല, ഞങ്ങൾ ഇതൊന്നും കഴിഞ്ഞിട്ടില്ല, ഹിസാബ് ഞങ്ങൾക്കില്ലായിരുന്നു, സിറാത്ത് പാലം കടക്കേണ്ടി വന്നിട്ടില്ലായിരുന്നു, ഞങ്ങൾ നേരെ സ്വർഗത്തിലേക്ക് എത്തിയതാണ്. മലക്കുകൾ ചോദിക്കും, നിങ്ങൾ ആരാണ്? അപ്പോൾ പറയും, ഞങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. നിങ്ങൾ എന്താണ് ചെയ്തത്? ഈ സൽക്കർമ്മങ്ങൾ ഇപ്പോൾ ദുനിയാവിന്റെ ലോകത്ത് ഈ ഇത്രയും വലിയ ശ്രേഷ്ഠമായ പദവി. കാരണം സാധാരണ എല്ലാ മനുഷ്യന്മാരും ഇങ്ങോട്ട് സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ അതിനു മുമ്പ് തന്നെ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ഹിസാബ് കഴിയണം, സ്വർഗത്തിൽ കടന്നിട്ടാണ് ഇങ്ങോട്ടും സ്വർഗത്തിലേക്ക് എത്തേണ്ടത്. നിങ്ങൾ ഇതൊന്നുമില്ലാതെ നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിയല്ലോ. നിങ്ങൾ എന്തേ ദുനിയാവിലെ ലോകത്ത് ജീവിച്ചപ്പോൾ നിങ്ങൾ എന്ത് പ്രവർത്തനമാണ് ചെയ്തത് എന്ന് ആ മനുഷ്യന്മാരോട് ചോദിക്കുമ്പോൾ 2 ഉത്തരങ്ങളാണ് അവർ പറയുന്നത്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 2 ഉത്തരങ്ങൾ ആ മനുഷ്യന്മാർ മലക്കുകളോട് പറയും. ഞങ്ങൾ പരസ്യത്തിൽ എന്നതുപോലെ തന്നെ രഹസ്യമായിട്ടും ഞങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരായിരുന്നു, തഖ്വ ചെയ്യുന്നവരായിരുന്നു, അല്ലാഹു ഹറാമാക്കിയ പ്രവർത്തനങ്ങളിൽ നിന്നും പാടെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നവരായിരുന്നു. നാം ഓരോരുത്തരും ഒരുപക്ഷെ അല്ലെ, ഇപ്പൊ മദ്യപാനം ഉദാഹരണത്തിന് അത് പരസ്യമായി ചെയ്താലും അതൊക്കെ ജനങ്ങൾ കണ്ട് അത് മോശമാവുമല്ലോ, അല്ലെങ്കിൽ അത് ജനങ്ങളെ കുറ്റപ്പെടുത്തുമല്ലോ എന്ന് ചിന്ത വെച്ച് നിൽക്കുകയും അത് ഒഴിഞ്ഞു നിൽക്കും. അതല്ല, മറിച്ച് ആ പരസ്യത്തിൽ എങ്ങനെയാണോ നാം പാപത്തിൽ ഒഴിയാൻ വേണ്ടി നിൽക്കുന്നത്, അതേപോലെ നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരിപൂർണമായി അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ടുള്ള ജീവിതമായിരിക്കുമ്പോഴാണ്, അല്ലാഹുവിനെ കാണുന്നുണ്ട്, എന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും അല്ലാഹു നിരീക്ഷിക്കുന്നുണ്ട് എന്ന ചിന്താഗതിയോടുകൂടി നമ്മുടെ രഹസ്യമായ ജീവിതത്തിലും അല്ലാഹുവിനേക്കുള്ള തഖ്വയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഒരു വിശ്വാസിയുടെ ജീവിതം അർത്ഥസമ്പൂർണമായി തീരുന്നത്. അപ്പോൾ ആ മനുഷ്യന്മാര് ആ മലക്കുകളോട് പറഞ്ഞത്, ഞങ്ങൾക്കുണ്ടായിരുന്ന 1ാമത്തെ ക്വാളിറ്റി രഹസ്യങ്ങളിലും ഞങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരായിരുന്നു. രണ്ടാമത് ആ മനുഷ്യന്മാര് പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലാഹു ദുനിയാവിന്റെ ലോകത്ത് ചെറിയ ചെറിയ സമ്പാദ്യങ്ങളായിരുന്നു നൽകിയത്, കുറഞ്ഞ ഒരു അനുഗ്രഹങ്ങളാണ് അല്ലാഹു നമുക്ക് ദുനിയാവിൽ നൽകിയത്. പക്ഷെ ഞങ്ങൾ ഇതിന്റെ പേരിൽ ആമരാന്ന് പറയാനോ, ആരോടും വേവലാതി പറയാനോ, ആരോടോ മറ്റൊന്നും ഒരു കുറവ് പറയാനോ, സത്താവിന്റെ ഒരു അതിർത്തി അറിയിക്കാനോ ഒന്നും ഞങ്ങൾ തയ്യാറായിരുന്നില്ല. അല്ലാഹു ഞങ്ങൾക്ക് എന്താണോ നൽകിയത് അത് പരിപൂർണമായി അനുഭവിച്ച് സന്തോഷത്തോടുകൂടി സംതൃപ്തമായി അൽഹംദുലില്ലാ, സുഖത്തിലും ദുഃഖത്തിലും അൽഹംദുലില്ലാ പറഞ്ഞ് ഞങ്ങൾ ജീവിച്ചവരായിരുന്നു. അല്ലാഹു നൽകിയത് കൊണ്ട് ഞങ്ങൾ സംതൃപ്തമായ ജീവിതം നയിച്ചവരായിരുന്നു എന്ന് ആ മനുഷ്യന്മാര് മലക്കുകളോട് പറയുന്നു. അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകൾ, അല്ലാഹു തആല നമുക്ക് വലിയ വിശാലമായ സമ്പാദ്യമൊന്നും നൽകിയിട്ടില്ലെങ്കിൽ പോലും അല്ലാഹു നൽകിയതിൽ നമുക്ക് സംതൃപ്തമായ ഒരു ജീവിതം, അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട ഒരു ജീവിതം ഉണ്ടാക്കാൻ നമുക്ക്
കഴിയണം. അവിടെയാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് തഖ്വയുള്ള ജീവിതം, രണ്ട് അള്ളാഹു നൽകിയ നിഅമത്ത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത് കുറവാണെങ്കിൽ പോലും നമുക്കത് വലിയ അനുഗ്രഹമായി കാണും. നമ്മേക്കാളും താഴോട്ട് നോക്കുമ്പോൾ എത്രയോ പേര് നമുക്കറിയാം സമ്പാദ്യത്തിന്റെ വിഷയത്തിൽ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹം പോലെ മറ്റൊരു പക്ഷേ നാം താഴോട്ട് ചിന്തിക്കുമ്പോൾ നമ്മേക്കാളും താഴെ കഴിയുന്ന ആൾക്കാരിലേക്ക് നാം കണ്ടുകൊടുക്കുമ്പോൾ ഒരു പക്ഷേ വേറെ കിടക്കാൻ വീടില്ലാതെ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിർവാഹമില്ലാതെ കഴിയുന്ന എത്രയോ പേരുണ്ടാകും. അള്ളാഹു തആല നമുക്ക് എല്ലാവിധമായ അനുഗ്രഹങ്ങളും അള്ളാഹു പരിപൂർണമായി ആസ്വദിക്കാനും അതോടൊപ്പം തന്നെ അതിന് അള്ളാഹുവിന് ശുക്ർ ചെയ്യുവാനും അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയുള്ള ജീവിതം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.